ഗലേഷ്യൻസ് 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താലത്രേ. ഹല്ലേലൂയ. ആ ക്രൂശിതനായ യേശു ഇന്ന് മഹത്വത്തിലാണോ ജീവിക്കുന്നത്? ആണോ? എങ്കിൽ ഞാനും നിങ്ങളും യേശുവിനോട് കൂടി ക്രൂശിതനായാൽ നമ്മളും അതേ മഹത്വത്തിന് പങ്കാളിത്തരുണ്ടാകും. We will be the partakers of the same glory which Jesus Christ is sharing today. കാരണം യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മളും മഹത്വപ്പെടും എന്ന് ദൈവത്തിന്റെ വാഗ്ദാനമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവമായിട്ട് ഒന്നാകുകയും ദൈവത്തിന്റെ മഹത്വത്തിൽ പങ്കാളിത്തം ഉണ്ടാകുന്നത് യേശുവിന്റെ കുരിശ് വഴിയാണ്. അങ്ങനെ ഞാനൊരു ആ ക്രോസ് റോഡിൽ, ആ ജീവിതത്തിലെ ക്രിസ്ത്യ ജീവിതത്തിലെ ആ ക്രോസ് റോഡിൽ ആ കുരിശിന് വേണ്ടി, അല്ല കുരിശ് എന്നെ ചൂണ്ടിക്കാണിക്കുന്ന ആ വഴി ഞാൻ തിരഞ്ഞെടുത്താൽ പിന്നെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഒന്നിനും നമ്മളെ യേശുവിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുകയില്ല. No one can separate us from the love of God. എന്തും ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ ഇതിന് വരുന്നത്, പരാജയങ്ങളും പീഡനങ്ങളും എന്ത് വന്നാലും നമുക്കറിയാം. റോമാക്കാരുടെ ലേഖനം 8-ാമത്തെ അധ്യായം വായിച്ചാൽ അവസാനം വരും, അവിടെ ഉണ്ട് shall persecution, shall strife, tribulation, nothing can separate us from the love of God. കാരണം നമ്മൾ മനസ്സിലാക്കണം, ആ കുരിശിനോട് ഞാൻ ആണിയടിച്ച് I am fixed to the cross. ഒന്നിനും എന്നെ അതിൽ നിന്ന് മാറ്റുവാൻ പറ്റുകയില്ല. അങ്ങനെ വരുമ്പോഴാണ്, അങ്ങനെ ആ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ചെയ്തത് എന്താണെന്നും ആ യേശു ക്രിസ്തു വഴി എനിക്ക് എന്ത് കിട്ടുമെന്നും, അല്ലെ ഞാൻ യേശു എനിക്ക് വേണ്ടി നേടിയെടുത്തത് എന്താണ് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ പിന്നെ സാത്താൻ്റെ ഈ കബളിപ്പിൽ എനിക്ക് അകപ്പെടുകയില്ല. I will not be under the deception of Satan. ആ ഡിസെപ്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസെപ്ഷനാണ് യേശു ക്രിസ്തു അല്ല ഏകരക്ഷകൻ. പല പല മാർഗങ്ങളും വഴികളുമുണ്ട്. യേശു ഒരു വഴി മാത്രം എന്നുള്ള ആ സാത്താൻ്റെ കബളിപ്പിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും ഒരു മോചനം കിട്ടും. ഇന്ന് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഏകരക്ഷകൻ അല്ല എന്ന് പറയുന്നവരോ അല്ലെ വിശ്വസിക്കുന്നവരോ ആ കുരിശിനെ അവർ മനസ്സിലാക്കിയിട്ടില്ല. ആ കുരിശിൽ യേശു ചെയ്ത പ്രവൃത്തി എന്താണെന്ന് അവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഹോസിയ പ്രവാചകൻ പറഞ്ഞത്, എൻ്റെ ജനം അജ്ഞത മൂലം നശിച്ചു പോവുകയാണ്. My people are being destroyed for lack of understanding of what I have done at the cross എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, അപ്പോസ്തലൻ വചനങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്നതാണ്. അപ്പോസ്തല പ്രവർത്തനം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം പറയുന്നുണ്ട്, ആകാശത്തിലെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം പരിശുദ്ധാത്മാവ് വഴി തന്നെ നമുക്ക് നൽകിയ സത്യമാണിത്. രക്ഷയ്ക്ക് വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളത്. വേറെ ഒരു വ്യക്തിക്കോ ഒരു സംവിധാനത്തിനോ ഒരു സഭയ്ക്കോ ഒന്നിനും നമ്മളെ രക്ഷിക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ രക്ഷയെ മുറുകെ പിടിക്കുകയാണെങ്കിൽ ആരെയാണ് മുറുകെ പിടിക്കേണ്ടത്? യേശുവിനെയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്, ദൈവപുത്രനെ സ്വന്തമാക്കിയവന് ജീവനെ സ്വന്തമാക്കി, ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവന്റെ ഉറവിടം യേശുവാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാണ്. അപ്പോൾ വഴിയാകുന്ന കുരിശ് വഴി, ആ സത്യമാകുന്ന വചനം വഴി ഞാൻ യേശുവിലേക്ക് വരുമ്പോൾ ഞാൻ ജീവനിലേക്കാണ് പ്രവേശിക്കുന്നത്. I am stepping into eternal life through the cross at Calvary. കാരണം അവിടെയാണ് നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്തത്, വില കൊടുത്ത് വീണ്ടെടുത്തത്. പിന്നെ നമുക്കറിയാം, ഐസയ പ്രവാചന പുസ്തകം 43-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നുണ്ട്, I am the Lord and beside me there is none other എന്നാ പറയുന്നത്. ഞാനാണ് കർത്താവ്, എന്നിലൂടെയല്ല, ഞാനല്ലാതെ വേറെ രക്ഷകനില്ല എന്ന് ദൈവത്തിന്റെ വചനം അരുൾ ചെയ്യുകയാണ്. ബ്രദർ ഒന്ന് വായിച്ചേ. കാരണം പലവരും കൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശ്വാസി അല്ലെങ്കിൽ ശിഷ്യൻ എന്നൊക്കെ പറയുന്ന വ്യക്തികളുണ്ട്. അവര് ഈ സത്യം അവര് മനസ്സിലാക്കുക പോലുമല്ല, അവർ വിശ്വസിക്കുന്നുമില്ല, അത് ഏറ്റുപറയുന്നു പോലുമില്ല. വായിച്ചേ. ഞാൻ തന്നെ യഹോവ, ഞാനല്ലോ, അല്ലാതെ ഒരു രക്ഷകനില്ല. ഇത് പറഞ്ഞത് ഐസയ പ്രവാചകനല്ല. ഇത് പറഞ്ഞത് ആരാണ്? ഹല്ലേലൂയ. ദൈവം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം തന്നെയാണ് അരുൾ ചെയ്യുന്നത്. ഞാനല്ലാതെ വേറെ രക്ഷകനില്ല. പിന്നെയും ഐസയ പ്രവാചന പുസ്തകം 45-ാമത്തെ അധ്യായം 22-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, 45-22 ഐസയ, look to me and be saved, all you ends of the earth, for I am God and there is no other. എന്തുമാത്രം ശക്തമായിട്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. വേറെ ഒരു രക്ഷകനില്ല. പിന്നെ എന്തിനാണ് വ്യക്തികൾ മറ്റ് രക്ഷകന്മാരുടെ പുറകെ പോകുന്നത്? വായിക്കുക.
സകല ഭൂവാസികളെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ലല്ലോ. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ദൈവം മനുഷ്യനോട് പറയുക? സത്യം എങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഹെബ്രായർക്കാരുടെ ലേഖനം 3-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം പറയുന്നത്, ഹൗ ഷാൽ വി എസ്കേപ്പ്, 2-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നത്, ഹൗ ഷാൽ വി എസ്കേപ്പ് ഇഫ് വി നിഗ്ലെക്ട് സോ ഗ്രേറ്റ് എ സാൽവേഷൻ. ഇത്ര മഹത്തായ രക്ഷയെ നമ്മൾ അവഗണിച്ചാൽ ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാകുകയില്ല പ്രിയപ്പെട്ടവരെ. ബിക്കോസ് യേശു ക്രിസ്തു ഇത്രയും വ്യക്തമായിട്ട് പറയാണ്, ഞാനാണ് ഏക രക്ഷകൻ, ഞാനല്ലാതെ വേറെ ഒരു രക്ഷകനില്ല. ഞാനാണ് രക്ഷകൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനുഷ്യന്റെ ബുദ്ധിയിൽ പറയാം, ഞാനാണ് രക്ഷകൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഒരു സത്യം പറഞ്ഞു, ഞാനാണ് രക്ഷ, വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് ഞാനാണ് രക്ഷകൻ, ഞാനല്ലാതെ വേറെ രക്ഷകനില്ല എന്ന് എടുത്തു പറയുകയാണ്. സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളി ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ. അത് വിശ്വസിക്കാൻ കൊള്ളുന്നതല്ലേ? അല്ലേ? പിന്നെ എന്തിനാണ് മനുഷ്യൻ മറ്റു രക്ഷകന്മാരുടെ പുറകെ പോകുന്നത്? ഹല്ലേലൂയ. കാരണം നമുക്കറിയാം, സംഖ്യാപുസ്തകം 21-ാമത്തെ അധ്യായം 4 മുതൽ 9 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ അവിടെ കാരണം പലപ്പോഴും നമ്മൾ ഈ രക്ഷകൻ എന്ന് പറയുന്നതിന് നമ്മുടെ ഫോക്കസ് മാറിപ്പോകും. സംഖ്യാപുസ്തകം 21-ാമത്തെ അധ്യായം 4 മുതൽ 9 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം, മരുഭൂമിയിൽ ദൈവത്തിന്റെ ജനം യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ചില പ്രയാസങ്ങളൊക്കെ വന്ന് അവരും പുറപുറത്തു, ദൈവത്തിന്റെ എതിരായിട്ട് പുറപുറത്തു. ദൈവം അവരെ ശിക്ഷിക്കുവാനായിട്ട് സർപ്പങ്ങളെ അയച്ചു. അപ്പോൾ ദൈവത്തിന്റെ ജനം നിലവിളിച്ച് കരഞ്ഞ് അപേക്ഷിച്ചു. ദൈവം അവരെ ക്ഷമിച്ചു, അവർക്ക് മാപ്പ് കൊടുത്തു. പറഞ്ഞു, ഒരു പിച്ചളയുടെ സർപ്പത്തെ മോശയോട് കൽപ്പിച്ചു, ഒരു പിച്ചളയുടെ സർപ്പത്തെ ഉണ്ടാക്കി വെക്കുക, അതിലേക്ക് നോക്കുന്നവർക്ക് ജീവൻ കിട്ടും, രക്ഷ കിട്ടും, സൗഖ്യം കിട്ടും എന്നുള്ളത് അല്ലേ? അപ്പോൾ ദൈവം അവിടെ പറഞ്ഞെന്താണ്? ദൈവത്തെ യേശുക്രിസ്തു ഇത് പ്രതികരിക്കുന്ന എന്താണ്? കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ കുരിശിൽ മരിക്കുന്ന യേശു ക്രിസ്തുവിനെ പ്രതികരിച്ചിട്ടുള്ളതാണത്. അവിടെ പ്രതികരിക്കുന്ന സർപ്പമാകുന്ന ആ സാത്താനെ അതേ കുരിശിൽ തറച്ചു വെച്ച് കഴിഞ്ഞു. ആ കുരിശ് ഈസ് ഗിവിംഗ് ദ വിക്ടറി ഓവർ ദ സെർപ്പന്റ് ഹു ബിറ്റ് ദ പീപ്പിൾ. യേശു ക്രിസ്തു ആ കുരിശിലെ പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിച്ചു. അതിനെ നോക്കുകയാണ് ദൈവത്തിന്റെ മഹത്തായ പ്രവൃത്തി. ദൈവം ആ രോഗത്തിന്റെയും ശാപത്തിന്റെയും മുകളിൽ ദൈവം എടുത്ത ആ വിജയത്തെ നിങ്ങൾ നോക്കി കാണുമ്പോൾ നിങ്ങൾക്കും സൗഖ്യം കിട്ടും. അങ്ങനെ ദൈവം പറഞ്ഞെന്താണ്? മനുഷ്യരോട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന്റെ മഹത്വം ദർശിച്ചാൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. പക്ഷേ ഒടുക്കം അവര് ദൈവത്തെ അല്ല നോക്കാൻ തുടങ്ങിയത്, അത് കഴിഞ്ഞിട്ട് സർപ്പത്തെ നോക്കാൻ തുടങ്ങി. ഹലോ, അവര് ദൈവത്തിന്റെ ആ മഹത്വത്തെ പകരം ആ പിച്ചള സർപ്പത്തെ ആരാധിക്കാൻ തുടങ്ങി. ദൈവം ഹെസക്കിയ എന്ന് പറഞ്ഞ രാജാവിനെ അയച്ചു. ആ രാജാവ് എന്താ ചെയ്തതെന്ന് നമുക്ക് 2 രാജാക്കന്മാർ 18-ാമത്തെ അധ്യായം 4-ാമത്തെ വചനത്തിൽ കാണാം. കാരണം അവര് ഫോക്കസ് മാറിപ്പോയി. ഇന്ന് ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് സംഭവിക്കുന്ന പല കാര്യങ്ങളുണ്ട്. യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലോ യേശുക്രിസ്തുവിനെ ഏകരക്ഷനായിട്ട് സ്വീകരിക്കാത്ത വ്യക്തികളോ കുരിശ് ഇവിടെ തൂക്കിയിട്ട് നടക്കുന്നുണ്ട്. ഹലോ, കുരിശ് ബട്ടൺ ഹോളിൽ വെക്കുന്നുണ്ട്, മാലയിലിടുന്നുണ്ട്. യേശുക്രിസ്തുവായിട്ട് ഒരു ബന്ധമില്ലാത്തവർ പോലും മാലയുടെ ഇവിടെ കുരിശ് വെക്കുന്നുണ്ട്. ഹലോ, പലയിടത്തും വെക്കുന്നുണ്ട്. ഇവിടെ സൈഡിൽ ചരട് കെട്ടിയിടുന്നുണ്ട്. കുരിശ് അങ്ങനെയുള്ള കുരിശാണെങ്കിൽ ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ പൂജാഗിരികൾ നീക്കിക്കളഞ്ഞു. ഹെസക്കിയ രാജാവിനെ കുറിച്ച് പറയുകയാണ്. ദൈവത്തിന്റെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ച ഒരു രാജാവാണ്. വായിച്ചേ. അവൻ പൂജാഗിരികൾ നീക്കിക്കളഞ്ഞു, വിഗ്രഹങ്ങൾ തകർത്തു, അശേര പ്രതിഷ്ഠകൾ വെട്ടിമുറിച്ചു, മോശയുണ്ടാക്കിയ താമര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. കാരണം എന്താണ്? ആ സർപ്പം ദൈവത്തിന്റെ അന്നത്തെ പ്രവൃത്തി അല്ല, ആ ഹെസക്കിയ രാജാവ് ജീവിച്ചിരുന്ന ആ കാലത്ത് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, കുരിശിലുള്ള ഫോക്കസ് മാറിപ്പോകരുത്. കുരിശേൽ നമ്മൾ നോക്കുമ്പോൾ കുരിശേൽ മരിച്ച യേശു ക്രിസ്തുവിനെ നോക്കേണ്ടത്, അല്ലാതെ ആ മരത്തിന്റെ കുരിശല്ല നമ്മളെ രക്ഷിച്ചത്. ഹലോ, പലപ്പോഴും ആ കുരിശേൽ നോക്കണമെന്ന് പറയുമ്പോൾ ഒരു മരക്കുരിശാണ്. ആ മരക്കുരിശിനെ കൊടുക്കാൻ രക്ഷകനായിട്ടാണ് സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മരക്കുരിശല്ല രക്ഷകൻ, മരക്കുരിശേൽ മരിച്ച യേശുവാണ് രക്ഷകൻ. അതുകൊണ്ട് എത്ര കുരിശു തൂക്കിയാലും കഴുത്ത തൂക്കിയാലും രക്ഷപ്പെടുകയല്ല.
ആ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ രക്ഷപ്പെടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാണ് where the focus changes. അപ്പോൾ കുരിശുണ്ടേലും ഇല്ലേലും നിങ്ങളുടെ രക്ഷയെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഹലോ, നിങ്ങൾ കഴുത്തേൽ കുരിശ് ഇടുന്നുണ്ടോ ഇല്ലയോ എന്നല്ല ദൈവം നോക്കുന്നത്. നിങ്ങൾ ആ കുരിശെ മരിച്ച ഏകജാതനായ യേശു ക്രിസ്തു, സ്വന്തം മകനായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടോ എന്നാണ് പിതാവ് നോക്കുന്നത്. കുരിശല്ല രക്ഷയുടെ അടയാളം. പക്ഷെ ഇന്ന് മനുഷ്യൻ കുരിശുണ്ടെങ്കിൽ രക്ഷ പ്രാപിക്കും. അതല്ലേ മരിച്ച വ്യക്തികൾ ആ ശവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് കുരിശ് കൊണ്ട് അങ്ങ് സ്ഥാപിക്കും. ഹലോ ഹലോ യേശു ക്രിസ്തുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഉള്ള വ്യക്തികളാണെങ്കിൽ പോലും ആ ശവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ ആദ്യം കയ്യിൽ സ്ഥാപിക്കുന്നതാണ് കുരിശ്. ഇറ്റ് ഇസ് ലൈക്ക് നമ്മളറിയാം മൗണ്ട് എവറസ്റ്റ് സ്വന്തമാക്കിയപ്പോൾ ടെൻസിങ്ങും ഹിലറിയും എന്താ ചെയ്തത്? ഒരു പതാക കൊണ്ട് സ്ഥാപിച്ചു. പ്രിയപ്പെട്ടവരെ, അത് യേശു ക്രിസ്തുവിനെ കുരിശാകണമെന്നുമില്ല. കാരണം എസെക്കിയാ രാജാവ് മോശ ഉണ്ടാക്കിയ കുരിശ് നശിപ്പിക്കാൻ ദൈവം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം സമ്മതിക്കാതെ ഒന്നും നടക്കുകയില്ല. സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ആ കുരിശിനെ പിന്നെ ആ ദൈവം അന്ന് നൽകിയ ആ രക്ഷകനായ അല്ലെങ്കിൽ അവർക്ക് സൗഖ്യം തരുന്ന ഒരു കുരിശിൻ്റെ അടയാളം എന്നുള്ളത് അതിൻ്റെ കാലാവധി കഴിഞ്ഞു. അത് പിന്നെ ഒരു ഐഡലായി, ഒരു വിഗ്രഹമായി. ഇന്ന് കുരിശ് പലവർക്കും ഒരു വിഗ്രഹമാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ആ കുരിശല്ല നമ്മൾ ആദരിക്കേണ്ടത്. ആ കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ മുന്നേ കണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് സാത്താൻ്റെ ഡിസെപ്ഷൻ, കാരണം പലപ്പോഴും ഒരു കബളിപ്പിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. പിന്നെയും ഈ ലോകത്തിൻ്റെ നമ്മുടെ മുകളിൽ ലോകത്തിനുള്ള സ്വാധീനം, ദൈവത്തിൻ്റെ രാജ്യത്തിലെ പൗരനാണെന്ന് വെച്ചാൽ അതൊന്നും ഉണ്ടാവുകയില്ല. നമുക്കറിയാം, ഒരു അംബാസിഡർ, ഒരു സ്ഥാനപതി എന്നുള്ള ഒരു ജോലിയുള്ള ഒരു വ്യക്തിക്ക് സ്ഥാനപതിയായി ജോലി ചെയ്യുന്ന രാജ്യത്തിലെ അവിടെ സമ്പത്തുണ്ടാക്കണമെന്നോ അവിടെ വീടുകൾ വാങ്ങിക്കണമെന്നോ അവിടെ ബിസിനസ്സുകൾ തുടങ്ങണമെന്നോ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എന്താ? അവനറിയാം 1 വർഷം 2 വർഷം കഴിയുമ്പോൾ അവന് സ്ഥലം മാറ്റം കിട്ടും. അപ്പോൾ ഈ വീടോ ഈ ബിസിനസ്സോ കൊണ്ടുപോകാൻ പറ്റുകയില്ല. അതുപോലെയാണ് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് നമുക്ക് ഒരു വിടുതൽ കിട്ടുകയാണ്. ഈ ലോകത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് വിടുതൽ കിട്ടുക എന്ന് പറയുന്നത് പാപത്തിൽ നിന്നൊരു വിടുതൽ കിട്ടുകയാണ്. കാരണം ഈ ലോകം ദൈവത്തിൻ്റെതല്ല, പിതാവിൻ്റെതല്ല. അതാണ് ദൈവത്തിൻ്റെ വചനം 1 യോഹന്നാൻ 2:16 പറയുന്നത്, അല്ലേ? ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്തത, ഇതൊക്കെ പിതാവിൻ്റെതല്ല, ഇതൊക്കെ ലോകത്തിൻ്റെതാണ്. ഇതിൽ നിന്നൊക്കെ നമുക്കൊരു വിടുതൽ കിട്ടുകയാണ്. പിന്നെ നമുക്കറിയാം, ലൂക്കയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു മനുഷ്യന് 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റുകയില്ല. ഒരു മനുഷ്യന് 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റുകയില്ല. ഒന്നെങ്കിൽ ഒന്നിനെ സേവിക്കും, മറ്റൊന്നിനെ ദ്വേഷിക്കും. നോ മാൻ കൻ സെർവ് 2 മാസ്റ്റേഴ്സ്. അതുപോലെ തന്നെ ദൈവത്തെയും ലോകത്തെ പ്രതികരിക്കുന്ന പണത്തെയും ഒരു മനുഷ്യന് സേവിക്കാൻ പറ്റുകയില്ല. വി ആർ കമ്മിങ് ടു ക്രോസ് റോഡ്സ്. നമ്മൾ ജീവിതത്തിൻ്റെ ക്രോസ് റോഡിൽ വരികയാണ്, ജംഗ്ഷനിൽ വരികയാണ്. നമ്മൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നൊരു തീരുമാനമെടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ തീരുമാനമെടുക്കേണ്ടത് കുരിശ് ചൂണ്ടിക്കാണിക്കുന്ന വഴിയാണ്. യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന വഴിയാണ് നമ്മൾ, പിതാവിനെ ചൂണ്ടിക്കാണിക്കുന്ന കുരിശാകുന്ന യേശുവിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 26-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ലോകം ഒരു മനുഷ്യൻ നേടിയാലും അവൻ എന്ത് ലാഭം, അല്ലെ എന്ത്, വാട്ട് ഡസ് ഇറ്റ് പ്രോഫിറ്റ് എ മാൻ, അല്ലേ? ഇഫ് ഹി ഗെയിൻസ് എ ഹോൾ വേൾഡ് ബട്ട് സഫേഴ്സ് എ ലോസ് ഓഫ് ഹിസ് ഓൺ സോൾ, അല്ലെങ്കിൽ അവൻ്റെ ആത്മാവിന് പകരമായിട്ട് അവൻ എന്ത് കൊടുക്കും? പ്രിയപ്പെട്ടവരെ, നമ്മൾ നിത്യതയെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ഈ ലോകത്തിലെ വ്യാപാരത്തിൻ്റെ പുറകെ പോയിട്ട് ഒടുക്കം മരിക്കുമ്പോൾ നമ്മുടെ നിത്യത പിശാചിൻ്റെ കൂടെ ആണെങ്കിൽ എന്ത് സങ്കടകരമായ ഒരു കാര്യമാണത്. അപ്പോൾ വി ആർ ഓൾ അറ്റ് ദ ക്രോസ് റോഡ്സ്. ജീവിതത്തിൻ്റെയും ക്രിസ്ത്യ ജീവിതത്തിൻ്റെയും ഒരു ജംഗ്ഷനാണ്. ജംഗ്ഷൻ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. സോ ലെറ്റ്സ് പുട്ട് ഇറ്റ് ജംഗ്ഷൻ. എല്ലാവർക്കും അറിയാം ജംഗ്ഷൻ. വി ആർ കമ്മിങ് ടു ദ ക്രോസ് റോഡ് ഓഫ് ലൈഫ്. ഇന്ന് യു ആർ ഓൾ അറ്റ് എ ക്രോസ് റോഡ്. ഇന്ന് നിങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ ഇന്ന് ജീവിതത്തിൻ്റെ ഒരു ക്രോസ് റോഡിലാണ്. നമുക്ക് എല്ലാ വഴിയിലും എല്ലാ റോഡിലും പോകാൻ പറ്റുകയില്ല, അല്ലേ? വൈറ്റ്ല ജംഗ്ഷൻ നിന്നിട്ട് നമുക്ക് കോട്ടയത്തും ചങ്ങനാശ്ശേരിക്കും എറണാകുളത്തോട്ട് ഒരുമിച്ച് പോകാൻ പറ്റുമോ? ഇല്ല. യു ഹാവ് ടു ടേക്ക് എ ചോയ്സ്. ആ ചോയ്സ് എന്താണ്? യേശു ക്രിസ്തുവിനെ കുരിശ് ചൂണ്ടിക്കാണിക്കുന്ന വഴി. ദാറ്റ് ഇസ് എ ചോയ്സ് ദാറ്റ് ഐ ഹാവ് ടു ടേക്ക്. കാരണം ആ കുരിശ് എന്നെ പിതാവിലേക്ക് നയിക്കുന്നത്.
യോഹന്നാന്റെ ലേഖനം ഗോസ്പൽ പറയുന്നുണ്ട്, ഐ ആം ദ വേ ആൻഡ് ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് ആൻഡ് നോ വൺ ക്യാൻ കം ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ. ഞാനും വഴിയും സത്യവും ജീവനുമാണ്. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിലേക്ക് വരാൻ പറ്റുകയില്ല. ആ പിതാവിനെ ചൂണ്ടിക്കാണിക്കുന്ന വഴി യേശുവാണ്. ആ യേശു കുരിശാണ്. ആ കുരിശ് വഴിയാണ്, യേശുവിനെ കുരിശ് മരണം വഴി. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം, ചില കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു വിടുതൽ കിട്ടണം. ആ ക്രോസ് റോഡ് ഓഫ് ലൈഫിൽ നമ്മൾ കുരിശ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുരിശ് നമ്മളെ ശക്തിപ്പെടുത്തും. നേരത്തെ നമ്മൾ വായിച്ചു കേട്ടല്ലോ, ബലഹീനതയാണെങ്കിലും ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കും. ശക്തി പ്രവർത്തിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ദൈവം തരും. ഇങ്ങനെ ലോകത്തോട് വേണ്ട എന്ന് പറയാൻ. കാരണം നമുക്കറിയാം, ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ എല്ലാം എന്താണ് ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കി. എന്തിന്? യേശു ക്രിസ്തുവിൻ്റെ ആ ശ്രേഷ്ഠ ആ അറിവ്. That I consider everything rubbish that I might have the excellence of the knowledge of Jesus Christ my Lord എന്നാണ് പറയുന്നത്. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തി ആ കുരിശ് എനിക്ക് തരും. അപ്പം ഞാൻ ബലഹീനതയായിട്ടല്ല ഞാൻ കുരിശ കിടക്കുന്നത്, ദൈവത്തിൻ്റെ ശക്തി എന്നോട് പ്രവർത്തിക്കുകയാണ് തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട്. ഒന്ന്, ദശാംശം കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ദശാംശം കൊടുക്കുവാനുള്ള തീരുമാനം. കാരണം ദശാംശമാണ് ഒരു വലിയ ബിഗ് ക്രോസ് റോഡ്. ദശാംശം കൊടുക്കുവാനുള്ള തീരുമാനങ്ങൾ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ആ ദൈവത്തെ എൻ്റെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുവാനുള്ള തീരുമാനം. മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് യേശു ക്രിസ്തുവിനെ മാത്രം പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിൻ്റെ വചനം കൽപ്പിക്കുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കുവാനുള്ള ആ ശക്തി ദൈവം തരും. ഇതൊക്കെ ദൈവരാജ്യത്തിലെ പൗരന്മാർക്ക് വേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങളും എല്ലാം നമ്മളെ അലട്ടും. പക്ഷെ അതിലൊക്കെ അതിജീവിച്ച് അതിലൊക്കെ വിജയം വേണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ പ്രവർത്തിക്കണം. ആ ശക്തി പ്രവർത്തിക്കുന്നത് ഞാൻ കുരിശിലെ യേശുവുമായിട്ട് ക്രൂശിതനാകുമ്പോൾ മാത്രമാണ്. പിന്നെയും തീരുമാനമെടുക്കുകയാണ്, എന്താണ് യഥാർത്ഥത്തിലുള്ള നിധി, ഈ ലോകത്തിലെ നിധി എന്താണെന്നുള്ള തീരുമാനം. വാട്ട് ഈസ് എ റിയൽ ട്രഷർ ഇൻ ദിസ് വേൾഡ്? നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 19 മുതൽ 21 വരെ വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഡു നോട്ട് ലേ അപ്പ്. ഒന്ന് വായിക്കാം മലയാളത്തിൽ, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന്. മത്തായി 6:19, 20, 21. പുഴുവും തുരുമ്പും നശിപ്പിക്കുകയും കള്ളന്മാർ കയറി മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും നശിപ്പിക്കാതെയും കള്ളന്മാർ കയറി മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യൻ്റെ സ്വാഭാവികമായ ഉള്ള ഒരു ഇതാണ് നമ്മൾക്ക് നിക്ഷേപങ്ങൾ ഉണ്ടാക്കണമെന്ന്, അല്ലേ? ആര് ജോലി ചെയ്യുമ്പോൾ അല്ലെ ബിസിനസ് ചെയ്യുമ്പോൾ സാധാരണ ഒരു സുബോധമുള്ള വ്യക്തിക്ക് നിക്ഷേപങ്ങൾ ഉണ്ടാക്കാനായിട്ട് താല്പര്യമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇവിടെ കള്ളന്മാർ കയറി മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ പുഴു വന്ന് തിന്നുകയോ നശിപ്പിക്കുകയോ ചെയ്യാത്ത തരത്തിലുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾ നിക്ഷേപിക്കണമെന്നുള്ളത്. അങ്ങനെ ഒരു നിക്ഷേപം സ്വർഗരാജ്യത്തിൽ മാത്രമേ ഉള്ളൂ. കള്ളൻ വന്ന് മോഷ്ടിക്കുകയില്ല, പുഴുവോ തുരുമ്പോ അതിനെ നശിപ്പിക്കുകയുമില്ല. അങ്ങനെയുള്ള ഒരു നിക്ഷേപത്തെ ആയിരിക്കും നമ്മൾ മുന്നിൽ കാണേണ്ടത്. കാരണം അങ്ങനെയുള്ള നിക്ഷേപം നിത്യതയിലേക്ക് നമുക്ക് ഉപകാരപ്പെടും. മറ്റത് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അതെല്ലാം ഇവിടെ വിട്ട് നമ്മൾ വെറും കൈയായിട്ട് വേണം പോകുവാനായിട്ട്. പക്ഷേ എൻ്റെ കൂടെ ആ നിക്ഷേപം, ദൈവമായിട്ടുള്ള ബന്ധവും അതിൽ നിന്ന് വരുന്ന സ്വർഗരാജ്യത്തെ നിക്ഷേപവും എനിക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റും. ഹല്ലേലൂയ. അങ്ങനെയുള്ള നിക്ഷേപമാണ് ദൈവം പറയുന്നത് നമ്മൾ തേടേണ്ടത്. പിന്നെ ചില തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പറ്റുന്ന ശക്തി ദൈവം തരികയാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അതുമായിട്ട് യോജിക്കുന്ന വളരെ വ്യക്തികളുണ്ട്, അത് ശരിയാണ് എന്ന് സമ്മതിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറല്ല. കാരണം എന്താണ്? ഭയം. അവർ തേടുന്നതാണ് മനുഷ്യൻ്റെ അപ്രൂവലാണ്, മനുഷ്യൻ്റെ അംഗീകാരം തേടുക ഭയം മൂലം. പക്ഷെ അതിനെ അതികടന്ന് ഒരു തീരുമാനമെടുക്കുവാനുള്ള ശക്തി ഞാനും യേശു ക്രിസ്തുവിനോട് കൂടെ ആ കുരിശിൽ ക്രൂശിതനാകുമ്പോൾ ദൈവം എനിക്ക് ആ ശക്തി തരും. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ബലഹീനതയിൽ ഞാൻ ശക്തനാണ്. എനിക്ക് അവൻ്റെ കൃപ മാത്രം മതി. ഏത് പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും അതിലെനിക്ക് വിജയം എടുക്കുവാനുള്ള ഒരു കഴിവ്, ഒരു ശക്തി ദൈവം ആ കുരിശ് വഴി എനിക്ക് തരികയാണ്. കാരണം എന്താണ്? നമുക്ക് റോമാർക്കുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്, ഐ ആം നോട്ട് ashamed of the gospel of Christ, അല്ലേ? ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല, അത് എന്നെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ശക്തിയാണ്. അപ്പോൾ അങ്ങനെ ദൈവം യേശുവുമായിട്ട് ഞാൻ ക്രൂശിതനായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം എനിക്ക് ശക്തി തരും. ഏത് സാഹചര്യമായിക്കോട്ടെ, ഒരു എന്നാ പറയുന്നത്,
രോഗത്തിൻ്റെ അവസ്ഥയാണെങ്കിലും അവിടെ അതിനെ മറികടന്ന് ഒരു വിജയം മുന്നിൽ കാണുവാനുള്ള ഒരു ശക്തി. സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും, അവിടെയും നിരാശയാകാതെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാനുള്ള ഒരു ശക്തി. ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു കഴിവ്. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം വഴി ദൈവം നമുക്ക് ശക്തി തരികയാണ്. ബിക്കോസ് ദ വേർഡ് ഓഫ് ഗോഡ് ഇസ് പവർ. ദൈവത്തിൻ്റെ ശക്തി എന്തിലാണ്? വചനത്തിലാണ് ശക്തി. ആ വചനം ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. നമ്മുടെ ജീവിതങ്ങളെ മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള വചനമാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനത്തിലുള്ള ശക്തി എനിക്ക് ഉൾക്കൊള്ളുമ്പോൾ എനിക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ എൻ്റെ എതിര് വരികയാണെങ്കിൽ പോലും അതിലൊക്കെ എനിക്ക് വിജയം നേടുവാൻ പറ്റുകയാണ്, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ വരുമ്പോഴാണ് വചനത്തിലുള്ള വചനത്തിലുള്ള ആ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. അപ്പോൾ സങ്കീർത്തകൻ 23-ാമത്തെ സങ്കീർത്തനം പറഞ്ഞ പോലെ യഹോവ എൻ്റെ ഇടയനാണ്, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക മാത്രമല്ല അത് വിശ്വസിക്കുവാനുള്ള ഒരു കഴിവ് ദൈവം തരികയാണ്. 4-ാമത്തെ വചനം പറയുന്ന പോലെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വാരയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം യഹോവ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള എനിക്കൊരു വിശ്വാസമുണ്ട്. കാരണം എനിക്കറിയാം അവന് ഒരു നാമം കൊടുത്തിട്ടുണ്ട്. അവൻ്റെ നാമം ഇമ്മാനുവൽ എന്നാണ്, ദൈവം നമ്മോട് കൂടെ. അങ്ങനെ ആ ദൈവവുമായിട്ട് എനിക്ക് സ്നേഹം, ഒരു ബന്ധമുള്ളപ്പോൾ ആ ദൈവം എനിക്ക് ശക്തി പകർന്നു തരികയാണ്, ശക്തി പകർന്നു തരിക. ഇതൊക്കെ ആർക്കാണ് കിട്ടുന്നത്? സ്വർഗരാജ്യത്തിലെ പൗരന്മാർക്കാണ്, അല്ലാതെ വഴിയെ പോകുന്ന വ്യക്തികൾക്കൊന്നുമല്ല. ദൈവഭവനത്തിലെ അംഗങ്ങൾക്കാണ് ഇത് കിട്ടുന്നത്. These are the gifts and the blessings that God releases on his people, on his children. അപ്പോൾ നമ്മൾ സ്വർഗരാജ്യത്തിലെ പൗരന്മാരാകുമ്പോൾ എന്തുമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഒന്ന് പറഞ്ഞ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന്. ദൈവത്തിന്റെ അനുഗ്രഹം, ഹിസ് ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് അപ്പോൺ us. അതാ ദൈവം മലാക്കായ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞു, ഞാൻ സ്വർഗ്ഗ കവാടങ്ങൾക്ക് തുറന്ന് ഞാൻ അനുഗ്രഹങ്ങൾ ചൊരിയും, നിങ്ങൾക്ക് അത് സ്റ്റോർ ചെയ്യാൻ സ്ഥലം കാണുകയിലാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് അത് സ്റ്റോർ ചെയ്യാൻ സ്ഥലം കാണുകയിലാണ്. ആ അനുഗ്രഹം നമുക്കറിയാം. ദൈവത്തിന്റെ വചനം ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 38-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഗിവ്. അവിടെ ഗിവ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ദൈവം മനുഷ്യൻ മനസ്സിലാക്കുന്നത് പൈസ കൊടുക്കുന്നതും കൂടെ ഉണ്ട്. പക്ഷെ ഗിവ് ആ ഗിവ് ഏറ്റവും കൂടുതൽ എന്താ? ഗിവ് യുവർ സെൽഫ്. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കുക. ഒന്ന് വായിച്ചേ 6:38 ലൂക്ക. കൊടുക്കുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിഞ്ഞൊഴുകി നല്ല അളവ് നിങ്ങൾക്ക് തരും. കാരണം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ഒരു ജനമാണിത്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു ജനമാണ്. അതാണ് ഗലേഷ്യൻസ് 3-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം പറയുന്നത്. യേശുക്രിസ്തു മരിച്ചത് എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ വിജാതിയർ പ്രാപിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചത്. സോ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഈ പൗരന്മാരെ, ഈ ദൈവരാജ്യത്തിലെ പൗരന്മാരെ തെരഞ്ഞെടുത്ത് വെച്ചത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ തരാനാണ്. ഹലോ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയാനാണ്. ബട്ട് വി മസ്റ്റ് എന്നാ പറഞ്ഞാൽ അത് മനസ്സിലാക്കി അത് എന്നാ പറയുന്നത്, അത് സ്വീകരിക്കാൻ, പ്രാപിക്കാൻ ഒരു മനസ്സുണ്ടാവണം നമുക്ക്. ദൈവത്തിന് അനുഗ്രഹങ്ങൾ കുറവില്ല, ദൈവത്തിന്റെ കഴിവിന് കുറവൊന്നുമില്ല. പക്ഷേ നമ്മളത് മനസ്സിലാക്കി വിശ്വാസത്താൽ അത് പ്രാപിക്കണം. അപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മളുടെ നിക്ഷേപം വെക്കേണ്ടതെന്ന് അങ്ങനത്തെ ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു കഴിവുണ്ട്. പിന്നെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും, ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കും. ദൈവം നമ്മളുടെ ക്ഷേമമാണ് ദൈവം കാണുന്നത് എന്ന് നമുക്കറിയാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 29-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം പറയുന്നുണ്ട്, അല്ലേ? എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനാണ്, നിനക്കൊരു ഭാവി, ഒരു പ്രത്യാശ തരുവാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഇതൊക്കെ ദൈവത്തിന്റെ ആ ദാനമാണ്. God's love is poured out on you. ഇതൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ആ കുരിശ് തിരഞ്ഞെടുക്കുമ്പോഴാണ്. അതാണ് നേരത്തെ നമ്മൾ വായിച്ചു കേട്ടതുപോലെ, വിശ്വസിക്കുന്നവർക്ക് ഇത് രക്ഷയിലേക്ക് നയിക്കുന്നതാണ്, പക്ഷെ അത് നിഷേധിക്കുന്നവർക്ക് അത് നാശത്തിലേക്കും നയിക്കും. സോ വി ആർ അറ്റ് ദ ക്രോസ് റോഡ് ഓഫ് ലൈഫ്. അവിടെ ഒരു കുരിശുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൃഷ്ടി ആ കുരിശയിലായിരിക്കണം. ആ കുരിശാണ്, യേശുവാണ് നമ്മളെ വഴി കാണിക്കുന്നത്. ആ വഴി എങ്ങോട്ടാണ് നയിക്കുന്നത്? ജീവനിലേക്ക്, പിതാവിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ കുരിശില്ലാതെ ജീവനില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജീവനാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യ കാര്യം എന്നാണെങ്കിൽ അത് പ്രാപിക്കാൻ എന്നെ സഹായിക്കുന്ന കുരിശായിരിക്കണം എൻ്റെ ഏറ്റവും മുഖ്യ കാര്യം. ദ ക്രോസ് മസ്റ്റ് ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ മൈ ലൈഫ്. എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ കുരിശ് മാത്രം. അങ്ങനെ കുരിശ് മാത്രമാകുമ്പോൾ മറ്റൊന്നിനും എൻ്റെ മുകളിൽ സ്വാധീനം ഉണ്ടാകുകയില്ല. നല്ല വ്യക്തികളോ
അവർ ചെയ്ത പ്രവൃത്തികളോ അതൊക്കെ നല്ലതാണ്. അവരെല്ലാം ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത് ദേ ആർ എ ക്ലൗഡ് ഓഫ് വിറ്റ്നസ്സസ്, സാക്ഷികളാണ്. പക്ഷെ അവരെ കുരിശല്ല, അവരെന്നെ രക്ഷയിലേക്ക് നയിക്കാൻ പറ്റുകയില്ല. അവരൊക്കെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ രക്ഷയും അനുഭവിച്ച വ്യക്തികളാണ്. അവരുടെ ജീവിതം വഴി എനിക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. പക്ഷെ അവരല്ല രക്ഷ. അവർക്ക് എന്നോട് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം അവരും ഈ കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവിനെയാണ് ആശ്രയിച്ചത്. അപ്പോൾ അവരാശ്രയിച്ച ആ വ്യക്തിയാണ് ഞാനും ആശ്രയിക്കേണ്ടത്. അല്ലാതെ ഇത് സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ളതല്ല സാൽവേഷൻ. ഹലോ, രക്ഷ സെക്കൻഡ് ഹാൻഡ് എന്നാ പറയുന്നത് മലയാളത്തിൽ. രണ്ടാമത്തെ ഇപ്പം ഈ നമുക്ക് സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി ഒരു മോശമാണ്. അതുകൊണ്ട് ഇപ്പം കാറുകളൊക്കെ പറയുന്നതാ പ്രീ ഓൺഡ്. സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുന്നത് ഇച്ചിരി മോശമായ പ്രീ ഓൺഡ്. സോ നമുക്ക് അങ്ങനെ ഒരു സ്റ്റൈലിഷ് ആയിട്ട് പറയുകയാണെങ്കിൽ we are not following people who are already saved. We are following the Savior. We are following the Savior, Jesus Christ. Hallelujah. 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 So നമ്മൾ എന്ത് ഭാഗ്യവാന്മാരാണ്. ഞാൻ ഭാഗ്യവാനാന്ന് പറയാം. we are lucky. നമ്മൾ എന്തുമാത്രം ഭാഗ്യവാനാണ് ആ യേശുവിനെ അറിയുവാനും ആ യേശുവിനെ സ്വന്തമാക്കുവാനും ആ യേശുവിൻ്റെ കർത്തത്തിൻ്റെ കീഴിൽ വരിക. See, when you come under the lordship of Jesus, you are coming under his protection and his provision. അവൻ്റെ സംരക്ഷണത്തിൻ്റെയും അവൻ്റെ പ്രൊവിഷൻ, അവൻ്റെ പരിപാലനയുടെയും അവൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിലാണ്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണ് എന്നെ പരിപാലിക്കുന്നതും ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണ് എന്നെ സംരക്ഷിക്കുന്നതുമെങ്കിൽ എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, വചനം 23-ാമത്തെ സങ്കീർത്തനം പറഞ്ഞത്, യഹോവ എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. എനിക്കൊന്നിനും ഒന്ന് പറഞ്ഞേ, യഹോവ എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല.